Okay, the story is that ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ വന്ന് ചോദിച്ചു, ഗുരുവേ എനിക്ക് ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാക്കണം, വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, മോനെ നിനക്ക് സക്സസ് ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം, യു ഫോളോ മീ, യു കം വിത്ത് മീ. നീ എന്റെ പുറകെ വാ, എന്റെ കൂട്ടത്തിൽ വാ. ഓക്കെ, അങ്ങനെ പിടിച്ച് നടത്തി കുറെ ദൂരം നടന്ന് നമ്മുടെ ഇവിടെയുള്ള ഒരു കുളത്തിന്റെ അവിടെ ഇവർ രണ്ടുപേരും ചെന്നു. ഓക്കെ, കുളത്തിന്റെ അവിടെ 2 സ്റ്റെപ്പ് ആദ്യം ഗുരു ഇറങ്ങി, പുറകെ ശിഷ്യനും 2 സ്റ്റെപ്പ് ഇറങ്ങി. ഗുരു 4 സ്റ്റെപ്പ് ഇറങ്ങി, ശിഷ്യനും പുറകെ 4 സ്റ്റെപ്പ് ഇറങ്ങി. അവസാനം വെള്ളം ഇത്രത്തോളം ആകുന്ന ഒരവസ്ഥ വരെ ശിഷ്യനും ഗുരുവും കൂടെ നിൽക്കുകയാണ്. ഗുരു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ശിഷ്യൻ മന്ത്രം വിളിച്ചിരിക്കുകയാണ്. സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചിട്ട് കടുത്തോളം വെള്ളത്തെ എന്നെ കൊണ്ട് നിർത്തിയിരുന്നു. ഞാൻ ഈശ്വരസ് ആവണമെന്നല്ല ചോദിച്ചത്, സക്സസ് ആവണമെന്നാണ് ചോദിച്ചത്. അപ്പൊ ഗുരുവിനോട്, ഗുരു ഇതൊക്കെ പരിപാടി, എനിക്ക് സക്സസ് ആവണം, അതിനുള്ള വഴി പറഞ്ഞതാ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു എന്ത് ചെയ്യുന്നല്ലോ, ഗുരു നേരെ ചെന്നിട്ട് നമ്മുടെ ശിഷ്യന്റെ കഴുത്തിനൊരു പിടുത്തം പിടിച്ച ഒറ്റ മുക്ക് വെള്ളത്തിന്റെ അകത്ത് എന്ത് ചെയ്തു, വെള്ളത്തിന്റെ അകത്തേക്ക് മുക്കി. അപ്പൊ ശിഷ്യൻ എന്ത് വിചാരിച്ചാണ്, എന്റെ ഗുരു ഗുരു എന്റെ പരിപാടിയൊക്കെ തീരാറായി എന്ന് ശിഷ്യന് മനസ്സിലായി. അങ്ങനെ ശിഷ്യനെ വെള്ളത്തിന്റെ അടി കിടക്കുമ്പോ ഗുളു 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 എന്ന് പറഞ്ഞിട്ട് വെള്ളം വരത്തില്ലേ, ഓക്സിജൻ വരത്തില്ലേ, അതിങ്ങനെ വന്നു തുടങ്ങി ശക്കരം കൂടെ ബാക്കി വെച്ച് ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥയായപ്പോഴേക്കും ശിഷ്യൻ മരിക്കും ഉറപ്പിച്ചപ്പോഴേക്കും ഗുരുവിന് പിടികിട്ടിയവൻ മരിക്കാറായി എന്ന് മനസ്സിലായി. ഗുരു നേരെ പൊക്കി വന്നിട്ട് ഗുരു വിളിച്ച ഒറ്റ ശ്വാസം എടുത്തപ്പോഴും ഗുരു രണ്ടാമത്തെ മുക്കും. അപ്പൊ രണ്ടാമത്തെ മുങ്ങില് നമ്മുടെ ശിഷ്യന് ആ പിടികിട്ടി, ഇയാൾ രണ്ടും കൽപ്പിച്ചാണ് എനിക്ക് എന്റെ കാര്യം പോക്കാണ്, എനിക്ക് സക്സസ് അല്ല, എനിക്ക് എന്താ ആവശ്യം, എന്റെ ജീവനാണ് ആവശ്യം എന്ന് പിടികിട്ടി. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ വീണ്ടും ശ്വാസം ഇല്ലെങ്കിൽ കംപ്ലീറ്റ് പോകുന്ന ഒരു അവസ്ഥയായപ്പോഴേക്കും വീണ്ടും ഗുരു എന്ത് ചെയ്തു, പൊക്കി അടുത്ത പുറത്തെടുത്തപ്പോഴേക്കും എടുത്ത് മുക്കി. ഉള്ളെടുക്കാൻ സമ്മതിച്ചില്ല. മൂന്നാമത്തെ മുക്കില് നമ്മുടെ ശിഷ്യന് പിടികിട്ടി, ഇത് ഗുരു വിടുന്ന ഇടപാടില്ല, ഗുരു ഒട്ടും വിടുന്നുമില്ല. ഗുരു മനസ്സിലായി മരിക്കാറായി, പക്ഷെ ഗുരു വിടുന്നില്ല. ആ സമയത്ത് ശിഷ്യൻ ചെയ്ത കാര്യം ഇതാണ്, സർവശക്തിയും എടുത്ത് ശിഷ്യൻ കൊതറി അങ്ങോട്ട് എഴുന്നേറ്റ് മേലോട്ട് ശ്വാസം എടുത്ത് ഗുരു എടുത്ത് തള്ളി മാറി. ഓക്കെ, എന്നിട്ട് ഗുരുവിനോട് എന്റെ പരിപാടിയാണ് സക്സസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്നെ കൊല്ലം നോക്കണേ, ആ പോവാ അങ്ങോട്ട് പോകാൻ പോയി. അപ്പൊ നമ്മുടെ സിനിമയില് നന്ദന സിനിമ ജഗതി പറഞ്ഞല്ലോ, മോനെ നിൽ എന്ന് പറഞ്ഞു. ആര്? ഗുരു പറഞ്ഞു. ഗുരു ഇങ്ങനെ പറഞ്ഞിട്ട് ഉടനെ ശിഷ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഗുരു പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, നിനക്ക് ജീവിതത്തിൽ സക്സസ് ആകണമെങ്കിൽ, ഈ കാര്യം നിങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ, സക്സസ് ആവണമെങ്കിൽ കുറച്ചു നേരം മുമ്പ് നീ ഒരു തുള്ളി ഓക്സിജന് വേണ്ടി എത്രത്തോളം ആഗ്രഹിച്ചോ അത്രത്തോളം നീ സക്സസിനെ ആഗ്രഹിക്കുക. സ്റ്റെപ്പ് നമ്പർ 1, വിഷ്വലൈസേഷൻ. നമ്മൾ നേരത്തെ ചെയ്ത കാര്യം നമ്മളത് ചെയ്തത്. സെക്കൻഡ് തിങ്, നിന്റെ തലച്ചോർ എത്രത്തോളം ആ പറയുന്ന ശ്വാസത്തിന് വേണ്ടി ആഗ്രഹിച്ചോ അത്രയും നിന്റെ ബ്രെയിനെ അതിനു വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കുക. തലച്ചോർ ഒറ്റ ചിന്തയേ ഉള്ളൂ, വേറെ കുടുംബോ ലക്ഷങ്ങളോ കോടികളോ വീടോ ഒന്നുമില്ല. ഒരു തുള്ളി ശ്വാസം, ഫോക്കസ്ഡ് അറ്റൻഷൻ ഫ്രം ദി ബ്രെയിൻ. കറക്റ്റ്. തേർഡ് തിങ്, നിന്റെ മനസ്സ് എത്രത്തോളമാണോ ഒരു തുള്ളി ഓക്സിജന് വേണ്ടി ആഗ്രഹിച്ചത് അതുപോലെ നീ സക്സസിന് വേണ്ടി ആഗ്രഹിക്കുക. ഫോർത്ത് തിങ്, നിന്റെ ശരീരം എത്രത്തോളം നീ എനർജറ്റിക് ആക്കി മാറ്റിയോ. കാര്യം ആദ്യത്തെ തവണ 2 തവണ എനർജറ്റിക് ആക്കിയോ ഇല്ല, മൂന്നാമത്തെ തവണ ആക്കി അല്ലേ, എത്രത്തോളം എനർജറ്റിക് ആക്കിയോ അതുപോലെ സക്സസിന് വേണ്ടി എനർജറ്റിക് ആക്കുക. ദ സെയിം തിങ് ഞാൻ നിങ്ങളോട് കൺക്ലൂഡിംഗ് റിമാർക്ക് ആയിട്ട് പറയുന്നു. നിങ്ങൾ ഈ പറഞ്ഞ 2 സ്വപ്നങ്ങളെ നിങ്ങളെ ഞാൻ ഇപ്പൊ കാണിച്ചത്. കറക്റ്റ്. ഫസ്റ്റ് സ്വപ്നം, നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ട് പോകുന്നത്, അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് വാങ്ങിക്കണം. സെക്കൻഡ് സ്വപ്നം, നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജോലി ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തു തുടങ്ങുന്ന, അതിനോടൊപ്പം പഠിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾ മാറുന്നു. ഈ 2 സ്വപ്നങ്ങളെ നിങ്ങൾ അന്ന് ആ ശിഷ്യൻ ഓക്സിജന് വേണ്ടി എത്രത്തോളം ആഗ്രഹിച്ച് അതുപോലെ ആഗ്രഹിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ രാവിലെ വൈകിട്ടുള്ള മരുന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ കഴിക്കോ എല്ലാ ദിവസവും മുടങ്ങാതെ കഴിക്കുക. Wishing you all the very best. I will be very delighted if I can see you